സാർ, ബ്രിട്ടനിൽ ട്രെയിനിനകത്ത് നടന്ന ഒരു ആക്രമണത്തിൻ്റെ വാർത്തയാണ് പുലർച്ചെ മുതൽ നമ്മൾ കേട്ടത്. അതിൻ്റെ വിശദാംശങ്ങളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നത്? അതായത് വിശദാംശങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഭീകരാക്രമണമാണ്. ട്രെയിനിൻ്റെ അകത്ത് കയറി നിരപരാധികളായ യാത്രക്കാരെ കുത്തുക, വലിയ കത്തി കൊണ്ട് കുത്തുക. രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടുപേര് ആരാണ് എന്നുള്ള വിവരം പുറത്തു വിട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് എന്നും പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ കൗണ്ടർ ടെററിസം കൈകാര്യം ചെയ്യുന്ന പോലീസും സേനയും ഒക്കെയാണ് ഇതുമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ നിന്ന് വ്യക്തമാകുന്നത് ഭീകരാക്രമണമാണ് നടന്നിരിക്കുന്നത് എന്നുള്ളത്. അത്യാവശ്യം ഇപ്പോൾ ബ്രിട്ടനിലെ സംഭവങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. നമ്മൾ ധാരാളം ചർച്ചയും ചെയ്തിട്ടുണ്ട്. കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭവും ഒക്കെ നടക്കുന്ന സ്ഥലമാണ്. മാസ് സ്റ്റാബിങ്, അതായത് കൂട്ടമായിട്ട് ആളുകളെ ട്രെയിനിൻ്റെ അകത്ത് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് നടന്നിരിക്കുന്നത്. ലണ്ടനിലേക്കുള്ള ട്രെയിനായിരുന്നു. ശനിയാഴ്ച വൈകിട്ട് ഒരു 6:30 അടുപ്പിച്ച് ആണ്. പോലീസ് ആക്ഷനൊക്കെ വരുന്നത് 7:40 ആകുമ്പോഴാണ് വൈകിട്ട്, ശനിയാഴ്ച രാത്രി. ആശുപത്രിയിലുള്ള 10 പേരുടെ നില ഗുരുതരമാണ്. വേറെയും 10 പേർക്ക് പരിക്കുണ്ട്. 10 പേരുടെ നില എന്ന് പറഞ്ഞാൽ ഒരു 20-25 പേർക്ക് കുത്തേറ്റിട്ടുണ്ട് ട്രെയിനിൻ്റെ അകത്ത് എന്ന് നമുക്ക് വ്യക്തമാവുന്നുണ്ട്. പിന്നെ നിറച്ചും ചോരയാണെന്നൊക്കെ ഈ ദൃക്സാക്ഷി വിവരണങ്ങളിൽ കാണാം. വെളുത്ത ഷർട്ട് ഇട്ടിരുന്ന ഒരാളുടെ അത് മുഴുവൻ പിന്നെ ചുവപ്പ് ഷർട്ടായി മാറി എന്നൊക്കെ ദൃക്സാക്ഷി വിവരണങ്ങളിൽ നിന്ന് കാണാം. അതുപോലെ പ്ലാറ്റ്ഫോമിൽ വലിയ കത്തിയുമായിട്ട് ഒരാൾ നിൽക്കുന്നത് കണ്ടു. അത് കുത്തലിന് ശേഷമായിരിക്കും. കാരണം പിന്നീട് അയാളെ പോലീസ് പിടിക്കുന്നത് കണ്ടു എന്നും ദൃക്സാക്ഷി വിവരണങ്ങളിൽ നിന്ന് നമുക്ക് കാണുന്നുണ്ട്. ഇത് കിഴക്കൻ ഗ്രാമീണ സ്റ്റേഷൻ ആണ്, ഹണ്ടിങ്ടൺ. ആ ഹണ്ടിങ്ടണിൽ വെച്ചിട്ടാണ് ട്രെയിൻ നിർത്തുന്നത് അവസാനം. ഇത് കേംബ്രിഡ്ജ് ഷയർ, അതായത് പ്രശസ്തമായ യൂണിവേഴ്സിറ്റി ഇല്ലേ, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി, അത് കേംബ്രിഡ്ജ് നഗരത്തിലാണ്. ഈ സ്റ്റേഷനിൽ നിന്ന് കുറച്ചുകൂടി ദൂരം കേംബ്രിഡ്ജ് നഗരത്തിലേക്കുണ്ട് യൂണിവേഴ്സിറ്റിയൊക്കെ നിൽക്കുന്ന. അപ്പോൾ ഇത് നോർത്ത് ഈസ്റ്റ്, വടക്ക് കിഴക്കൻ ഭാഗത്തെ ഡോൺകാസ്റ്റർ, അവിടെ നിന്ന് ലണ്ടനിലെ കിങ്സ് ക്രോസ് സ്റ്റേഷനിലേക്ക് പോകുന്ന ട്രെയിൻ ആണ് ഇത്. ഈ ട്രെയിനിൽ എപ്പോഴും ധാരാളം ആളുകളുണ്ടാവും. നല്ല തിരക്കുള്ള ട്രെയിനാണ് എപ്പോഴും ഈ ട്രെയിൻ. അപ്പോൾ ഒരാൾ വലിയ കത്തിയുമായി നടക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞാൽ ദൃക്സാക്ഷി പറയുന്ന എല്ലായിടത്തും ചോരയും കണ്ടു. ആളുകൾ പേടിച്ചിട്ട് വാഷ്റൂമിൽ അല്ലേ ഒളിക്കുന്നുണ്ടായിരുന്നു. ഓടുന്നതിൻ്റെ ഇടയ്ക്ക് പലരും പരസ്പരം തട്ടി വീഴുകയും ഒക്കെ ചെയ്തു. ഓടിപ്പോകുന്നവർ വി ലവ് എന്ന് പറഞ്ഞാൽ വി ലവ് യു എന്നുള്ള അർത്ഥത്തിൽ, അതായത് കുടുംബമായിട്ട് കയറിയ ആളുകളൊക്കെ ഓടുമ്പോൾ പിരിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പം അവരാണ് വി ലവ് എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. പ്ലാറ്റ്ഫോമിൽ ഈ ട്രെയിൻ നിന്ന് കഴിഞ്ഞപ്പോൾ പ്ലാറ്റ്ഫോമിൽ വലിയ കത്തിയുമായി ഒരാൾ നിൽക്കുന്നത് കണ്ടു. അയാളെയാണ് പോലീസ് വന്ന് പിടിച്ചതായിട്ട് പറയുന്നത്. അപ്പോൾ പീറ്റേഴ്സ് ബറോ കഴിഞ്ഞപ്പോഴാണ് പോലീസിന് 7:40 വിവരം കിട്ടിയെന്നാണ് പോലീസ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കുത്ത് നടക്കുമ്പോഴും ട്രെയിൻ ഓടുന്നുണ്ടായിരുന്നു. പിന്നെയാണ് ഇത് വന്ന് നിൽക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ലണ്ടൻ നോർത്ത് ഈസ്റ്റേൺ റെയിൽവേ, ഈ LNER ആണ് ഈ ട്രെയിൻ ഓടിക്കുന്നത് ഇവിടെ. ലണ്ടൻ നോർത്ത് ഈസ്റ്റ് റെയിൽവേ, നമ്മളിവിടെ സദേൺ റെയിൽവേ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആ സർവീസും ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇംഗ്ലണ്ടിൻ്റെ കിഴക്ക് ഭാഗത്തും സ്കോട്ട്ലൻഡിലും ട്രെയിൻ സർവീസ് നടത്തുന്നത് ഇവരാണ്, ഈ റെയിൽവേ ലൈനാണ്. അപ്പോൾ ഇനി യാത്രക്കാർ കുറച്ച് നേരത്തേക്ക് ട്രെയിനുകളിൽ കയറണ്ട, യാത്ര നിർത്തിയിരിക്കുകയാണെന്ന് അവരുടെ അറിയിപ്പുണ്ട്. അപ്പോൾ 2011 മുതൽ ഇംഗ്ലണ്ടിലും വെയിൽസിലും ഈ കത്തി കൊണ്ടുള്ള ആക്രമണങ്ങൾ ധാരാളമായി പെരുകുന്നുണ്ട്. അപ്പോൾ ഇതൊരു ദേശീയ ദുരന്തമാണെന്ന്
സ്റ്റാമർ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഉം. കഴിഞ്ഞ ഒരു ദശകത്തിൻ്റെ ഇടയ്ക്ക് 60,000 കത്തികൾ പിടിച്ചെടുക്കുകയോ ആ കത്തി എന്താ പറയുക സറണ്ടർ ചെയ്യുകയോ ചെയ്തിട്ടുണ്ട് കത്തിയുമായിട്ട് നടക്കുന്ന ആളുകൾ. ഉം. അപ്പോൾ ഒരു ദശകത്തിൻ്റെ ഇടയ്ക്ക് 18% അക്രമത്തിൽ കുറവ് വന്നിട്ടുണ്ട് എന്ന് കണക്കുകൾ പറയുന്നു. ഉം. എന്നാൽ പലതരം ആക്രമണങ്ങൾ ഈ ഒക്ടോബർ 7-ന് ശേഷം നടന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഈയിടെ മാഞ്ചസ്റ്ററിൽ ഒക്ടോബർ 1 അവിടെ ഒരു സിനഗോഗിൽ ആക്രമണം നടന്നിരുന്നു. അതും നമ്മൾ ചർച്ച ചെയ്തിരുന്നതാണ്. ഈ ഹണ്ടിങ്ടൺ ഇപ്പോൾ ഈ ട്രെയിൻ നിന്നല്ലോ, ഉം. അതൊരു മാർക്കറ്റ് നഗരം, ചന്ത, വിപണി ഒക്കെയുള്ള നഗരം ആണ്. അപ്പോൾ കേംബ്രിഡ്ജിൽ നിന്ന് അത്ര അധികം ദൂരം ഇല്ല ഈ ഹണ്ടിങ്ടൺ. അപ്പോൾ ഇതാണ് ബ്രിട്ടനിൽ നിന്ന് നടുക്കുന്ന ഒരു വർത്തമാനം ഇന്ന് വരുന്നത്. കുറേ നാൾ മുമ്പ് അവിടെ വലിയ 100,000 പേര് പങ്കെടുത്ത ഒരു കുടിയേറ്റ കുടിയേറ്റ വിരുദ്ധ വിരുദ്ധ റാലിയും എങ്കിലും ഇപ്പോഴും ഈ ബ്രിട്ടൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഈ കുടിയേറ്റക്കാരുടെ ഒരു നിലപാടാണ്. കാരണം അവർ കുടിയേറിയതിനു ശേഷം പിന്നീട് അവർ ആധിപത്യം സ്ഥാപിക്കുന്നു, തദ്ദേശീയമായിട്ട് ജനിച്ചു വളർന്ന ആൾക്കാരുടെ സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെടുന്നു. ഇതൊക്കെ തന്നെ ഇപ്പോഴും പ്രതിസന്ധിയല്ലേ? അതുകൊണ്ടായിരിക്കില്ല ഇത്തരം ട്രെയിനിൽ കയറി ആക്രമണം നടത്തി ഭീതി ജനിപ്പിക്കുന്നു, അല്ലെങ്കിൽ കുട്ടികളെ ഉൾപ്പെടെ ഉപദ്രവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ അവസാനിക്കുന്നില്ലെന്നല്ലേ മനസ്സിലാക്കുന്നത്? ലണ്ടനിൽ ഇപ്പോൾ ഉള്ളതൊരു മുസ്ലിം മേയറാണെന്നറിയാം. അതെ. വേറെ മേയർമാരൊക്കെ അവിടെ പല സ്ഥലത്തും ഉണ്ട്, ഈ സമൂഹത്തിൽപ്പെട്ട ആളുകൾ. ഇപ്പൊ ഈ ലണ്ടൻ മേയർക്കെതിരെ വലിയ ആരോപണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു. ഈ ലണ്ടൻ മേയർക്കെതിരെ മാത്രമായതുകൊണ്ട് നമ്മളത് പ്രത്യേകം എടുത്ത് ചർച്ച ചെയ്തില്ല. ആ ലണ്ടൻ മേയർക്കെതിരെ ആരോപണം വന്നിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ആ ഗ്രൂമിംഗ് ഗാങ്സ് ഇല്ലേ, പാകിസ്ഥാനിൽ നിന്ന് ലണ്ടനിലേക്ക് കുടിയേറിയ ആളുകൾ, ഈ ബ്രിട്ടീഷുകാരായ പെൺകുട്ടികൾ 12 വയസ്സ് മുതൽ 15-16 വയസ്സുള്ളവരെ ഈ മയക്കുമരുന്നും മദ്യമൊക്കെ കൊടുത്ത് ലൈംഗിക അടിമകളാക്കി മാറ്റിയത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ലണ്ടൻ മേയർക്കെതിരെ വന്നിട്ടുള്ള ആരോപണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൗൺസിൽ കൂടുമ്പോഴൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ആരെങ്കിലും ഉന്നയിക്കുകയാണെങ്കിൽ അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഗ്രൂമിംഗ് ഗാങ് ഉണ്ട്, പക്ഷേ അത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറഞ്ഞ അയാൾ ഒഴിവാക്കുമായിരുന്നു എന്ന്. നിങ്ങൾ പറയുന്നത് പോലെ പെൺകുട്ടികളെ ഗ്രൂം ചെയ്യുന്നതല്ല, മറ്റേ മയക്കുമരുന്നിനുമായി ബന്ധപ്പെട്ട പല ഗാങ്ങുകളൊക്കെ പലയിടത്തും കാണും. നിങ്ങൾ പറയുന്നത് പോലെയുള്ള പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ അയാൾ ഉഴപ്പിക്കളയുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ലണ്ടൻ മേയർക്കെതിരെ ആരോപണം വന്നിട്ടുണ്ട്. മാത്രമല്ല ഈ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭം നടക്കുന്നുണ്ട്. JD വാൻസ് ഇടയ്ക്ക് പറഞ്ഞിരുന്നല്ലോ ബ്രിട്ടൻ താമസിയാതെ ഒരു മുസ്ലിം രാജ്യമാകും, മുസ്ലിം രാജ്യമാകുന്ന ആദ്യത്തെ യൂറോപ്യൻ രാജ്യമായിരിക്കും ബ്രിട്ടൻ എന്ന്. ഈ സ്റ്റാമറിൻ്റെ തന്നെ നിലപാട് ഈ മുസ്ലിം വോട്ട് ബാങ്കിനെ ആശ്രയിച്ചിട്ടാണ് എന്നും ആരോപണങ്ങളുണ്ട് അല്ലേ? പ്രക്ഷോഭം നടന്നത് തന്നെ സ്റ്റാമർക്കെതിരെയുമാണ്. സ്റ്റാമർക്കെതിരെയും ആരോപണങ്ങളുണ്ട് ഈ ഗ്രൂമിംഗ് ഗാങ്ങുകളെ, മുസ്ലിം ഗ്രൂമിംഗ് ഗാങ്ങുകളെ പറ്റി. ഈ 10-15 കൊല്ലമായിട്ട് ഇത് നടന്നുകൊണ്ട് ഇരുന്നിട്ടും മുസ്ലിം ഗാങ്ങുകളായതുകൊണ്ട് ഈ വലിയ നടപടികളൊന്നും ഉണ്ടായില്ല. നടപടികളൊക്കെ അടുത്ത കാലത്താണല്ലോ ചെറിയ തോതിലൊക്കെ ഉണ്ടാകുന്നത്. 35 വർഷം തടവൊക്കെ ചില പ്രതികൾക്കൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ പ്രതികളെ മുഴുവനൊന്നും ഇതുവരെ പിടികൂടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഗ്രൂമിംഗ് ഗാങ്ങുകൾ ഈ ഭരണത്തിൻ്റെ തണലിൽ തന്നെ വളർന്നുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുമൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ മേയർക്കെതിരെയൊക്കെ ലണ്ടൻ ഭാഗത്താണല്ലോ ഈ ട്രെയിനിൽ ആക്രമണം നടന്നിരിക്കുന്നത്. അതിൽ നിന്നൊക്കെ എപ്പോഴും ഈ രാഷ്ട്രീയത്തിൽ ഈ തിരിച്ചുവിടുമല്ലോ, ചർച്ച തിരിച്ചുവിടാൻ വേണ്ടി പലതും ചെയ്തു എന്നൊക്കെ വരും. അപ്പോൾ ഇതിൽ ഭീകരാക്രമണമാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇത് ആര് ചെയ്തതാണെന്നൊക്കെ ഉള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ രണ്ടുപേരുടെ പേര് ഇതുവരെ വന്നിട്ടില്ല. മണിക്കൂറുകൾ കഴിഞ്ഞു അല്ലേ? മണിക്കൂറുകൾ കഴിഞ്ഞു. നമ്മളിതിപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു 10 മണിക്കൂർ എങ്കിലും കഴിഞ്ഞിട്ടുണ്ട്. പ്രതികളെ രണ്ടുപേരെ പിടിച്ചിട്ടും അവരുടെ പേര് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതും സംശയിക്കത്തക്കതാണ്. കാരണം പേര് പലപ്പോഴും മറച്ചു വയ്ക്കുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് സമയമെടുത്തിട്ട് അതും ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെയും ഇപ്പോഴത്തെ ഭരണരാഷ്ട്രീയത്തിൻ്റെ ഒക്കെ ഭാഗമാണെന്ന് വേണം കരുതാൻ.
ട്രെയിനിൽ നിരപരാധികളായ യാത്രക്കാരെ ഇങ്ങനെ കൂട്ടമായി കത്തിക്കൊണ്ട് എന്ത് ചെയ്തിട്ടാണ്, എന്ത് കുറ്റമാണ് അവർ ചെയ്തിരിക്കുന്നത് അല്ലേ? അതെ, അവർ ബ്രിട്ടീഷുകാരാണ്, അവർ ക്രിസ്ത്യാനികളാണ് അല്ലേ? അതെ, മതം പറയാതിരിക്കാൻ സാധ്യമല്ലല്ലോ. അപ്പോൾ അതാണ് ഭീകരാക്രമണം എപ്പോഴും മതപരവും കൂടിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.